എന്തപ്പോ ചെയ്യണപ്പോ ജീവിച്ചു പോയില്ലേ പോണ്ടെങ്ങനെ അവസ്ഥ മഹാമോശമാണ്. കാരണം എണ്ണ അടിക്കുക കഴിഞ്ഞാൽ പണിക്കാർക്ക് കൊടുക്കാനുള്ളത് കിട്ടില്ല. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. യാത്രക്കാർ ഇവിടെ മോശമാണ്. ആൾക്കാരില്ല, യാത്ര ചെയ്യാൻ ആൾക്കാരില്ല. ഉള്ളത് മാറി നിൽക്കുകയാണ്, കയറുന്നില്ല. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ നിന്നൊക്കെ തുണിക്കടയിലെ പെണ്ണുങ്ങളൊക്കെ ബ്രേക്ക് വന്നൊക്കെ അറിയാനേ അപ്പൊ അവരൊന്നുമില്ല, അവിടെ നിന്ന് തന്നെ കയറി പോവുകയാണ്. അതാണ് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ ഫ്രീ ആയിട്ട് പോവാ. എന്തപ്പോ ചെയ്യണപ്പോ ജീവിച്ചു പോയില്ലേ പോണ്ടെങ്ങനെ പറ്റില്ലല്ലോ അവസ്ഥയാണ്. വേറെ പണിയും പഠിച്ചിട്ടുമില്ല. വീട്ടിൽ നിന്നുള്ള ആൾക്കാർ ലോണ് കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് അവരും ആഴ്ചയിൽ അടവിലാണ് പൈസ വാങ്ങിയുള്ളത്. ഇതിന്ന് കിട്ടിയിട്ട് വേണം അതൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ ഈ 500 റുപ്യയും കൊണ്ട് ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം കൂടി വാങ്ങാൻ ഇതില്ല. ആ 4 കിലോ സബോള 100 രൂപ ഉണ്ടായിരുന്ന ഇപ്പോൾ 1 കിലോ സബോളയ്ക്ക് 40 റുപ്യ അന്നേരം വാങ്ങിയപ്പോൾ ഇതൊക്കെ ഇതും കൊണ്ട് പോകണം. ഇത് വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഓരോരുത്തർ ആത്മഹത്യ കാര്യങ്ങളൊക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പ്രിയദർശിനി ബസ് സർവീസ് കൊണ്ട് ഇന്നത്തെ സ്വകാര്യ ബസ് ജീവനക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം നമുക്ക് നമ്മുടെ ഈ ഗവൺമെന്റ് കൊണ്ടുവരും എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം എന്തായാലും കൊണ്ടുവന്നേ പറ്റും, അവരുടെ ജീവിതം കൂടി മുന്നോട്ട് പോകണ്ടേ. അപ്പൊ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ബൈ.